പരമാനന്ദത്തെ പകർന്നെടുക്കുവാൻ തക്കവിധം പ്രാപ്തമായി തീരുന്ന ഒരു ആത്മാവിൽ പരലോകനാഥനാകുന്ന പരമാനന്ദരൂപൻ അധിവസിക്കുന്നു. അതാണ് പരമപുരുഷനുടെ ആ മഹാകാരുണ്യം. അത് എപ്പോഴും അനുഭവിക്കുവാനുള്ള ഒരു ലക്ഷ്യം ഓരോരുത്തരിലും സ്ഥിരപ്പെട്ട് കിട്ടിയാൽ പിന്നെ നമ്മൾ ആവശ്യമില്ലാത്ത മാലിന്യങ്ങളിലേക്കോ അജ്ഞാനങ്ങളിലേക്കോ പോവുകയില്ല. ഒരിക്കലും അങ്ങനെ പോകാൻ തോന്നുകയില്ല. കാരണം നമുക്കൊരു ലക്ഷ്യമുണ്ട്, പരമാനന്ദത്തിലെത്തുക, എൻ്റെ ഉത്ഭവസ്ഥാനത്തേക്ക് തിരിച്ചെത്തുക. ആ ലക്ഷ്യത്തോടുകൂടി ജീവിക്കുന്നവർക്ക് ലോകത്തിൽ അന്ധാളിക്കേണ്ട ഒരു കാര്യവുമില്ല. ലോകം എങ്ങനെയെല്ലാം നടന്നാലും അവരെ സംബന്ധിച്ച് അത് ബാധിക്കുകയില്ല. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്താണത്? ഉത്ഭവസ്ഥാനത്തേക്ക് എത്തുക, പരമാനന്ദത്തിൽ ലയിക്കുക. ആ പരമാനന്ദ ലബ്ധിക്ക് വേണ്ടി പരലോകനാഥനോട് ഒത്തുചേർന്ന് ആരാധിച്ച് ആനന്ദിക്കുവാൻ തന്ന ഈ പുണ്യാവസരം നഷ്ടമാക്കാതെ എപ്പോഴും ജീവിക്കുക എന്നുള്ളതാണ് അത്യാവശ്യം. നിങ്ങൾക്ക് ആ ലക്ഷ്യബോധം ഉണ്ടാക്കിയെടുക്കണം, നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അത് അറിവിൻ്റെ വഴിയെ ജീവിക്കുമ്പോഴാണ് അത് ഉണ്ടാകുന്നത്.